ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് മൂന്നാർ പോയാലോ? ഒരു വ്യത്യസ്തമായ ഒരു റൂട്ടിലൂടെ, വ്യത്യസ്തമായ ഒരു കാട്ടുപാതയിലൂടെ നമ്മുടെ ആനച്ചാലി വഴി നേരെ നമ്മുടെ മൂന്നാറിലേക്ക്. ഈ റൂട്ടിലൂടെ നമുക്ക് രാജക്കാട് പോകാം, അതുപോലെ ഇടുക്കി ഡാമിലോട്ട് പോകാം. അതുപോലെ നമുക്കൊരു വ്യത്യസ്തമായ കുറച്ച് പെരിയാറിൻ്റെ കാഴ്ചകളും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ പക്കാം. ഹലോ ഫ്രണ്ട്സ്, ടൈം ഡയറക്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് മൂന്നാറിലേക്കാണ്. അത് വ്യത്യസ്തമായ റൂട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രീവിയസ് എപ്പിസോഡ് കുറച്ച് നേരത്തെ ഇട്ടായിരുന്നു. ഇതിൻ്റെ അഞ്ചാമത്തെ ഇടാൻ കുറച്ച് വൈകിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഓൾറെഡി നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോസൊന്നും യാതൊരു വ്യൂവും ഇല്ല. അതുകൊണ്ട് നമ്മൾ വേറെ കണ്ടിട്ട് പോയിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളിതാ വീണ്ടും ആ 5th പാർട്ട് തുടങ്ങി കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് പനംകുട്ടി ബ്രിഡ്ജിലാണ്. ആ കാണുന്നത് പനംകുട്ടിയിലുള്ള പവർ സ്റ്റേഷനാണ്. അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന നദി പെരിയാറാണ്. എന്തായാലും ഇതിൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറാണ്. ആക്ച്വലി നമ്മൾ നേരമംഗലിൽ നിന്നും അടിമാലിയിലുള്ള മൂന്നാർ വന്നു. അപ്പോൾ നമുക്കൊന്ന് വ്യത്യസ്തമായിട്ടൊന്ന് മൂന്നാറിലേക്ക് പോകുന്ന തൊട്ടാണ് നമ്മൾ ഈ റൂട്ട് പിടിച്ചത്. അപ്പോൾ ഈ റൂട്ടിലുള്ള ക്രീഡൻ കാഴ്ച നിങ്ങൾക്ക് കാണാം. പിന്നെ വീടുമ്പത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. റോഡ് കണ്ടീഷനെല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചിങ്ങനെ പോകാം. കാരണം വേറെ ഒന്നുമല്ല, നല്ല വളവും തിരിവുണ്ട്. പിന്നെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ ആയതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പോവുക. നമ്മളെ പാലത്ത് വെച്ച് തന്നെ നമുക്ക് ഒരു മറ്റേ ജീപ്പ് റൈഡർമാരെ നമ്പർ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ജീപ്പ് റൈഡർ പോകുന്നില്ല. നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ നോക്കുമ്പോൾ തന്നെ ഒരു പവർ ഹൗസ് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന കാണാൻ പറ്റും. പക്ഷേ അത് ക്യാമറ എത്രമാത്രം വിസിബിൾ ആണെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ക്യാമറ കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ക്യാമറ കണ്ണുകൊണ്ട് അത് കിട്ടുന്നില്ല. ഒരു 3-4 പവർ ഹൗസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര പൊക്കത്തു നിന്നായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നേ. ആക്ച്വലി ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അത് പൊളിച്ചായിരുന്നു. നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാനായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഗോപ്രോ വെച്ചിട്ട് ലോങ് ആയതുകൊണ്ട് അത്രമാത്രം അത് വിസിബിൾ ആകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ആൾതാമസമുള്ള ഏരിയയാണ്. ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കുറേ കൃഷി കാണാൻ പറ്റും. പിന്നെ ചായക്കടയൊക്കെ ഈ ഭാഗത്ത് സ്ഥലത്തൊക്കെ ഉണ്ട്. എന്തായാലും റോഡിന് നല്ല വീതിയാണ് കേട്ടോ. പിന്നെ സൂക്ഷ്യം കണ്ട് പോകാം. കാരണം വളവുതിരി ഉള്ളത് കൊണ്ട് പണി കിട്ടും. സ്പീഡിൽ പോകാനുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളുള്ള സ്പീഡിൽ തന്നെ മാക്സിമം പോകാൻ ശ്രമിക്കുക. റൈറ്റ് സൈഡിൽ തന്നെ അടിപൊളി വ്യൂ ആണ്. പെരിയാർ നദി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ക്യാമറ അത്രമാത്രം മിസ്സാണെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തായാലും റൈറ്റ് സൈഡിലെ വ്യൂ വേറെ ലെവലാണ്. ലെഫ്റ്റ് സൈഡിലെ വ്യൂ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളി തന്നെയാണ്. നമ്മളിപ്പോൾ വനത്തിൽ നിന്നും അടുത്ത വനത്തോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. സ്ഥലം വരുന്നത് പനംകുട്ടിയാണ്. എന്തായാലും ഇപ്പോൾ പനംകുട്ടിയിൽ നിന്ന് കുറച്ച് കടന്ന് നീങ്ങിയായിരുന്നു. നമ്മുടെ വാൽകൃഷിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഏരിയ. റൈറ്റ് സൈഡിലെ മല ഒരു രക്ഷയില്ല മോനെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആക്ച്വലി ഒരു സൂമിങ് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലപോലെ ഷൂട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ നെക്സ്റ്റ് ടൈം നമ്മുടെ ക്യാമറ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മളിത് 3-4 ലക്ഷം വെച്ച് നീങ്ങുക. എന്തായാലും ഈ ഭാഗത്തോട് നല്ല അടിപൊളി കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ വളവ് ഒരു രക്ഷയില്ല. അതുകൊണ്ട് സ്പീഡ് ഒന്ന് ലിമിറ്റിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ട റൈറ്റ് സൈഡിൽ പൊടിയല്ലേ. ലെഫ്റ്റ് സൈഡിൽ നല്ല കിടിലൻ പാറകളൊക്കെ കാണാൻ പറ്റും. വനമേഖല തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത്ര റിസ്കി അല്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ആ എളമ്പ്ളാശ്ശേരി മാമ്പലക്കണ്ണം വഴി മറ്റേ നമ്മളെ മാങ്കുളം പോയത് വേറെ ലെവലായിരുന്നു. ആ വീഡിയോ കാണണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡ് നല്ലൊരു കലക്കം വ്യൂ പോയിൻ്റാണ്. ഒരു കട്ട ഡേഞ്ചർ സൈഡാണ് ഈ കാണുന്നത്. പക്ഷേ മറ്റേ നമ്മുടെ നേരമംഗലം ഡാം തുറക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വെള്ളമില്ലാത്തത്. ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടാകും. അടിപൊളി കാഴ്ച. നമുക്ക് ഡാമിൻ്റെ കാഴ്ച നമുക്ക് കാണാം. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് കൊടുംവനമാണ്. എന്ന് പറഞ്ഞാൽ കൊടുംവനം. ഇവിടെ നിന്ന് കാട്ടാനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കാണാം. പക്ഷേ ബോർഡൊന്നും കാണില്ല. അപ്പോൾ ഇവിടെ സേഫ് സോണാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയാണ്. ഒരു രക്ഷയില്ല ഈ റൂട്ട്. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും കാട് എൻജോയ് ചെയ്യാനാണെങ്കിൽ മറ്റേ മാമലക്കണ്ണം വഴി എളമ്പാശ്ശേരി വഴി മാങ്കുളം മൂന്നാർ വന്നൊക്കെ ഏറ്റവും സൂപ്പർ. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കുള്ളത്. നമ്മളിവിടുന്ന് നേരെ മൂന്നാർ എത്തിയിട്ട് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. എന്തായാലും ഒരു രക്ഷയിലടി വഴി വേറെ ലെവലാണ്. നിങ്ങൾ ഈ റോഡൊന്ന് ട്രൈ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കണ്ട റോഡൊക്കെ നോക്കി നല്ല അടിപൊളി കണ്ടീഷനാണ്. ഒരു രക്ഷയില്ല. സത്യത്തിൽ നമ്മളിത് കയറുന്നതിനാണ് ഇപ്പോൾ ഡൗട്ട് വരുന്നുണ്ട്. കാരണം നല്ല അടിപൊളി റോഡ്. ആ റൈറ്റ് സൈഡിലേക്ക് എനിക്ക് തോന്നുന്നു ഇടുക്കി ഡാമിലേക്ക് പോകുന്ന റൂട്ടാന്ന് തോന്നുന്നു. കൊടുംവനത്തിലേക്കാണ് വഴി പോകുന്നത്. എന്തായാലും നമുക്ക് അധിക ദിവസം പോകാൻ നോക്കാം.
എൻ്റെ പൊന്നും മച്ചാന്മാരെ ഒരു രക്ഷയിലുണ്ടാ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. എന്തൊരു സുന്ദരിയൊക്കെ കാണാനായിട്ട്. പക്ഷെ ക്യാമറയിൽ കാണുന്നതല്ല, നേരെ കാണാനായിട്ട് പൊളിയാണ്. ഇനി മാക്സിമം ഒരു 60-50 കിലോമീറ്ററോളം ദൂരമുള്ള നമുക്ക് മൂന്നാർ പക്ഷേ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. അതാണ് പാട്. നമ്മൾ പയ്യെ പോയാലേ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. സ്പീഡിൽ പോയാൽ നമ്മൾ പെട്ടെന്ന് പണി കിട്ടും. അതാണ് ഈ റോഡിൻ്റെ പ്രശ്നം. നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് ഗിയർ അപ്പം ഡൗൺ ചെയ്യേണ്ടി വരും. കാരണം നല്ല രീതിയിലുള്ള വളവും തിരിവുണ്ട്. പക്ഷെ രാജപാതയാണെങ്കിൽ നല്ല പാരൽ റോഡാണ്. അപ്പം നമ്മൾ ഈ കാണുന്ന നേര്യമംഗലം ഡാം, എന്തായാലും ഇവിടുത്തെ ഡാമിൻ്റെ ഇപ്പുറം ഒട്ടും വെള്ളമില്ല. ഡാമിൻ്റെ അപ്പുറത്ത് കണ്ടോട്ടോ നിറച്ചും വെള്ളമായിരിക്കും. എന്നാലും ഡാമിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മങ്ങോട്ട് പ്രവേശിച്ചില്ലായിരുന്നു. കാരണം അവിടെ ഗേറ്റോ ബോർഡോ ഒന്നും കാണുന്നുണ്ടായില്ല. കണ്ടോ ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്നു കണ്ടല്ലേ. ഇതൊന്നും വഴിയാണെന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ വെള്ളം നോക്കി. ആ ഡാം തുറന്നിട്ടുണ്ടെങ്കിലാണ് അടിപൊളി. നമ്മൾ ഈ കാണുന്നത് പെരിയാർ നദിയാണ്. പെരിയാർ നദി എൻ്റെ പൊന്നു മച്ചാന്മാരെ വേറെ ലെവലുണ്ട് റൂട്ട്. അപ്പം നമ്മളെ ഇപ്പം എവിടെ നിന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആനച്ചാൽ റൂട്ടാണെന്ന് അറിയണ്ട. നമ്മൾ പോണ ആനച്ചാൽ റൂട്ടാണ്. അങ്ങനെ ആ ഡാമിലെ പൊളി കാഴ്ചയും കണ്ട് നമ്മൾ വീണ്ടും നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. ആക്ച്വലി ലക്ഷ്മി എസ്റ്റേറ്റിലേക്കുള്ള ഈസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമലക്കണ്ടം എളമ്പളശ്ശേരി വഴി പോകുന്നതാണ്. ആക്ച്വലി ആ റോഡ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും നമ്മൾ പോയായിരുന്നു. അതിൻ്റെ വീട് നമ്മുടെ ചാനലുണ്ട്, ഇതേ കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡ് കണ്ട മല കണ്ട ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ. അങ്ങനെ നമ്മളിതാ ഒരു പാലം കടത്ത് നേരെ അപ്പുറത്തി. എൻ്റെ പൊന്നു വച്ചാമാരെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. ആ റൈറ്റിലേക്കുള്ള വഴിയാണോ വേറെ ലെവൽ. അതായത് ഒരു പള്ളിയിലേക്ക് പോകുന്ന റോഡാണെന്ന് തോന്നുന്നു കടച്ചൊക്കെ കാണുന്നത്. കണ്ടൊരു പള്ളിയിലേക്കുള്ളത്. എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ ആക്ച്വലി നല്ല ബ്യൂട്ടിയിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മളുള്ളത് ടൗൺ ഏരിയ തന്നെയാണ് കേട്ടോ. ആതാമസമുള്ള ഏരിയയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനി ആതാമസമില്ലാത്ത ഏരിയയിലോട്ട് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിൽ നല്ല പാറ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഈ റൂട്ട് ഞാൻ മൂന്നാർ പോകുന്ന ഫസ്റ്റ് ടൈമാണ്. സാധാരണ പോകുന്ന അടിമാലി അല്ലെങ്കിൽ നമ്മൾ മാമലക്കണ്ടം വരെയും പോകാറുണ്ട്. ഈ വഴി ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. എന്തായാലും അടിപൊളിയാണ്. ആക്ച്വലി റോഡ് ഞാൻ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഇതിലെ പോകുമ്പോഴത്തേക്കും വഴിമാർക്കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു രക്ഷയിലുണ്ടാവുക. എന്തായാലും ഈ ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ റേഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ജീവൻ്റെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കി പോകാവുന്നതാണ്. പക്ഷേ എയർടെലിന് റേഞ്ച് കുറവാണ്, ജിയോന് പിന്നെ റേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഏതൊരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ടേ. ഇവിടെ നല്ല കൃഷികളൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. ചില ഭാഗത്തൊക്കെ ആയിട്ട് നല്ല കുത്തനെ കയറ്റണമെങ്കിൽ കയറുന്നു. പക്ഷേ ക്യാമറയിൽ അത് കുത്തനെ കയറ്റം അറിയാൻ പറ്റുന്നില്ല. എന്നാ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ വീടൊക്കെ പണ്ടത്തെ ലെവൽ ഒരു 1918 കാലഘട്ടത്തിൽ വന്ന ഒരു ഫീൽ നമുക്കിപ്പോൾ കിട്ടിയായിരുന്നു കണ്ട. പക്ഷെ ഇതിൽ അധികം പേര് പോകത്തില്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ലോങ് റൂട്ടാണെന്ന് തോന്നുന്നു, മറ്റേ അടിമാലിനെക്കാട്ടും കൂടുതൽ. കാരണം ഇതിൽ ആരും വണ്ടി വന്നതൊക്കെ വളരെ അപൂർവം മാത്രമേ കാണുന്നുള്ളൂ. നോർമലി നമ്മൾ മൂന്നാർ റോട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റും വണ്ടികൾ ഉണ്ടാവുള്ളൂ. നല്ല തിരക്കുള്ള റൂട്ടല്ലേ. അങ്ങനെ നമ്മളിതാ ഏതൊരു വിദേശത്തുണ്ട്. ആ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ആ മലയുടെ വ്യൂ രക്ഷയില്ല. ലെഫ്റ്റ് സൈഡിലാണ് അത് കപ്പ കൃഷി കണ്ടായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭംഗി പൊളിയാണ്. എന്തായാലും ഈ റോഡ് ചില ഭാഗത്ത് പൊട്ടി പൊളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റോഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ നല്ല റോഡും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ പാർട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആകാറായി. എൻ്റെ പൊന്നു മച്ചാന്മാരെ ഒരു രക്ഷയില്ല മോനെ, വേറെ ലെവല്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ലാഗ് തോന്നുമായിരിക്കാം. പക്ഷെ കണ്ട വാഴക്കൃഷി ശരിക്കും നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് വേറെ ലെവലാണ്. ഇവിടെ നല്ല അടിപൊളി കൃഷികളൊക്കെ നമുക്കിപ്പോൾ കാണാം. വാഴക്കൃഷിയാണ് മെയിൻ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആക്ച്വലി മൂന്നാർ തൊട്ടടുത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല. കാരണം 30-40 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. റോഡിനാണ് ഇഷ്ടം അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് പണ്ടേ മൂന്നാർ എത്താമായിരുന്നു. എന്തായാലും ഈ റൂട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. പൊളി റൂട്ട് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും സെറ്റപ്പ് റൂട്ട് നമ്മുടെ എളമ്പളശ്ശേരി മാമലക്കണ്ടം പോകുന്ന റൂട്ടാണ്. അത് വേറെ ലെവലാണ്. എളമ്പളശ്ശേരിയിൽ നിന്ന് മാമലക്കണ്ടം വഴി നേരെ മാങ്കുളം ആനക്കുളം പോകുന്ന റൂട്ട്, അതാണ് പൊളി. അപ്പോൾ നമ്മുടെ ഈ പാട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.